Hi, this video is about cocoa. It says seeds or cocoa beans are used to make chocolate liquor, cocoa solids, cocoa butter and chocolate. The largest producer Ivory Coast. അപ്പോൾ കൊക്കോ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസർ ഐവറി കോസ്റ്റിലാണ്. 37% വേൾഡ് പ്രൊഡക്ഷൻ ഫ്രം ഐവറി കോസ്റ്റ് ആണ്. സയന്റിഫിക് നെയിം തിയോബ്രോമ കൊക്കോ വിച്ച് മീൻസ് ഫുഡ് ഓഫ് ഗോഡ്. ജീനസ് തിയോബ്രോമ, ഫാമിലി മാൽവേസി ഓർ ചെർക്കൂലിയസി. കൊക്കോയുടെ ഫാമിലി നമ്മൾ നോക്കി റെഫറൻസ് ചെയ്യുക കാണാൻ പറ്റും. മാൽവേസി അല്ലെങ്കിൽ ചിലതിൽ ചെർക്കൂലിയസി എന്നും കാണാൻ പറ്റും ചില ടെക്സ്റ്റ് ബുക്കിൽ. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ചെർക്കൂലിയസിനെ മാൽവേസിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാൽവേസി ഒരു ലാർജ് ഫാമിലിയാണ്, അതിനകത്താണ് കോട്ടനൊക്കെ വരുന്നത്. ബെസ്റ്റ് ഫാമിലി ചോദിച്ച മാൽവേസിയാണ്. ബെസ്റ്റ് ഗ്രോൺ ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റസ്. എ സിംഗിൾ ട്രീ പ്രൊഡ്യൂസസ് 30 to 50 fruits per year. It is native of Amazon Valley of South America. Then India, it is cultivated mainly as a fixed crop in coconut and arecanut gardens. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ടീ മോണോക്രോപ്പിംഗ് ആണ്, കോഫി ഇന്റർക്രോപ്പിംഗ് ആണ്, ഷെയ്ഡ് ലവിംഗ് ആണ്. അതുപോലെ തന്നെ കൊക്കോ വിച്ച് ഈസ് ആൾസോ ഷെയ്ഡ് ലവിംഗ്, ഇറ്റ് ഈസ് ആൻ ഇന്റർക്രോപ്പിംഗ് ഇൻ കോക്കനട്ട് ആൻഡ് ആർക്കനട്ട് ഗാർഡൻസ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഏരിയയും കേരളമാണ്. 79% ടോട്ടൽ ഏരിയ ആൻഡ് 71% ടോട്ടൽ പ്രൊഡക്ഷൻ. Karnataka shares 18% total area and 25% production. Then rest is Tamil Nadu. Commercial cocoa has two major varieties such as Criollo and Forastero. ഇത് നമ്മൾ കൊക്കോ ബട്ടർ കൊക്കോ ഉണ്ടാക്കി അതായത് കൊക്കോ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇൻഗ്രീഡിയൻസ് അല്ല, കോൺസിസ്റ്റൻസ് ആണ്. നമ്മളിത് കാണാതെ പഠിക്കണം. കൊക്കോ ബട്ടർ 54%, പകുതിയിൽ കൂടുതൽ കൊക്കോ ബട്ടർ ഉണ്ട്. ദെൻ കാർബോഹൈഡ്രേറ്റ് 31%, then protein 11%, polyphenols 3%. Cocoa liquid solidifies at 30 degrees Celsius. Then cocoa butter is also called theobroma oil. Oil contains oleic, stearic and palmitic acid. Polyphenols are catechins, proanthocyanins and anthocyanins. നമ്മുടെ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇത് രണ്ടുമാണ്, ക്രയോളയും ഫോറസ്ട്രോയും. അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻസ് എന്തോന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്താൽ മതി, പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോൾഡൻസ് ക്രയോളയുടെ പ്ലംബി വൈറ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു സിനമോൺ കളേർഡ് ആഫ്റ്റർ ഫെർമെൻറ്റേഷൻ ഇതിന് സിനമോൺ കളറാണ്, സിനമോൺ കളറുണ്ടാവും. ഫോറസ്ട്രോയ്ക്കാണെങ്കിൽ ഡാർക്ക് ബ്രൗൺ ചോക്ലേറ്റ് കളറായിരിക്കും. പോട്ട് കളറ് ക്രയോളയ്ക്ക് ഡാർക്ക് റെഡ് ആയിരിക്കും. യെല്ലോ കളേർഡ് ഫോറസ്ട്രോയ്ക്കും യെല്ലോ കളേർഡാണ്. പിന്നെ പോട്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ക്രയോളയ്ക്ക് റഫ് സർഫസ്, റെഡ്ജസ് പ്രോമിനൻറ്റ്, പ്രൊനൗൺസ്ഡ് പോയിനറ്റ്, തിൻ വാൾഡ് ആയിരിക്കും. ദ കേസ് ഓഫ് ഫോറസ്ട്രോ സ്മൂത്ത് ഇൻകോൺസ്പീഷ്യസ് റെഡ്ജസ്, തിക്ക് വാൾഡ്, മെലൺ ഷേപ്ഡ് വിത്ത് റൗണ്ടഡ് എൻഡ്. ഫ്ലേവർ ആൻഡ് അരോമ ബ്ലാൻഡ് ഫ്ലേവർ ആയിരിക്കും ക്രയോളയ്ക്ക്. ഫോറസ്ട്രോയ്ക്ക് ഹാർഷ് ഫ്ലേവർ, ബീറ്റർ ടേസ്റ്റ് ആയിരിക്കും. 3 ദിവസം വേണം ഫെർമെൻറ്റേഷൻ ചെയ്യാൻ ക്രയോളയ്ക്ക്, എന്നാൽ ഫോറസ്ട്രോയ്ക്ക് 6 ദിവസം വേണം. അഡാപ്റ്റബിലിറ്റി ഇന്ത്യയിൽ ക്രയോള വളരെ കുറവാണ്, എന്നാൽ ഫോറസ്ട്രോ ആണ് വൈഡ്ലി കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. ദെൻ പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡ്ലിംഗ്. ഹാർവെസ്റ്റ് ചെയ്ത ശേഷം പോട്ട് ഫെർമെൻറ്റ് ചെയ്യും. ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഫെർമെൻറ്റേഷൻ നടക്കുന്നത് എന്ന് പറയുന്നത് അസിറ്റിക് ആസിഡും ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയാസ് ആണ്. ഫെർമെൻറ്റേഷൻ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കഴിഞ്ഞ് പോട്ട് ബ്രേക്കിംഗ് ഉണ്ട്. ദെൻ 30 to 35 വെറ്റ് ബീൻസ് ഉണ്ട് പെർ പോട്ടിൽ. ഒരു പോട്ടിൽ 30-35 വെറ്റ് ബീൻസ് ഉണ്ട്. ഈ വെറ്റ് ബീൻസ് നമ്മുടെ ബീൻസ് ഒരു വെള്ള കോട്ടിംഗ് ഉള്ള ഒരു ഫ്ലഷിനകത്താണ് ഈ ബീൻസ് കാണപ്പെടുന്നത്. ഈ വെള്ള ഫ്ലഷ് എഡിബിളാണ്. ഈ പൾപ്പിനകത്ത് പൾപ്പിൽ 30 to 50% ഷുഗേഴ്സ് ഉണ്ട്. ദെൻ ഫെർമെൻറ്റേഷൻ ചെയ്യും, പിന്നെ ഡ്രൈ ചെയ്യും, പിന്നെ ഗ്രേഡ് ചെയ്യും, സ്റ്റോറേജ് ചെയ്യും. അപ്പോൾ ഫെർമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മോയ്സ്ചർ 70% ആയിരിക്കും. അതിനുശേഷം ഡ്രൈ ചെയ്യുമ്പോൾ 7% മോയ്സ്ചർ. നാച്ചുറലി occurring liquid with cocoa is referred to as cocoa butter, which contains palmitic, stearic and oleic acids. Then cocoa contains various phytochemicals such as flavonols, including epicatechin, procyanidins, etc. The highest level of cocoa flavonols are found in raw cocoa and to lesser extent dark chocolate. Since flavonols degrade during cooking used to make chocolate, ഇത് ഓക്സിഡേഷൻ നടക്കും, ഫ്ലാവനോയിഡ്സ് ഒക്കെ നഷ്ടപ്പെടും ദെൻ കുക്ക് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഡാർക്ക് ചോക്ലേറ്റിൽ കുറവായിരിക്കും ആൻറ്റി ഓക്സിഡൻസ്. കൊക്കോ ആൾസോ കണ്ടെയ്ൻസ് സ്റ്റിമുലന്റ് കോമ്പൗണ്ട്സ് സച്ച് എസ് തിയോബ്രോമിൻ ആൻഡ് കഫീൻ. കൊക്കോ ബീൻസിൽ 0.1 to 0.7% കഫീൻ ഉണ്ട്. ഡ്രൈ കോഫി ബീൻസിലാണെങ്കിൽ 1.2% കഫീൻ ഉണ്ട്. ദെൻ ഡ്രൈയിങ് ദ കൊക്കോ സീഡ്സ്.
After fermentation, cocoa seeds must be dried before they can scoop into sacks. അപ്പം ഫെർമെൻറ്റേഷൻ ചെയ്ത ശേഷം കൊക്കോ സീഡ്സ് നമ്മൾ എന്തെങ്കിലും ഡ്രൈ ചെയ്തെടുക്കും അല്ലേ. അത് നമ്മൾ നിലത്ത് ഇട്ടായിരിക്കും ഡ്രൈ ചെയ്തെടുക്കുന്നത്, സൺ ഡ്രൈ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ വെയിറ്റ് ഹാഫ് ആവും, their ഒറിജിനൽ വെയിറ്റിൻ്റെ ഹാഫ് വെയിറ്റ് ആവും. ഷിഫ്റ്റ് ടു ചോക്ലേറ്റ് മാനുഫാക്ചർ. അതിനുശേഷം ഇതെന്ത് ചെയ്യും, മാനുഫാക്ചേഴ്സിൽ അല്ലെങ്കിൽ എന്നീ ഇൻഡസ്ട്രീസിലോട്ട് ഷിപ്പ് ചെയ്ത്. കൊക്കോ പ്രോസസ്സിംഗ് ആണ്. കൊക്കോ ബീൻസ് ഫെർമെൻറ്റേഷന് ശേഷം റോസ്റ്റ് ചെയ്യും, പിന്നെ വിനോവിങ് ചെയ്യും, നിപ്സ് എടുക്കും, പിന്നെ ലിക്വർ ഗ്രൈൻഡ് ചെയ്തെടുക്കും, ചോക്ലേറ്റ് ലിക്വർ, then pressing, mixing, refining and additional steps. അതായത് അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊക്കോ ബട്ടറും മിൽക്ക് ചോക്ലേറ്റും സീഡ് ചോക്ലേറ്റും കൊക്കോ പൗഡറും ഒക്കെ ആക്കും. റോസ്റ്റിംഗ് ആൻഡ് വിനോവിങ് ദ കൊക്കോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിലെത്തി അവരെന്ത് ചെയ്യും, ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കും. റോസ്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് റോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് 200 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 250 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. 1 to 2 hours in order to develop ഫ്ലേവർ ഡെവലപ്പ് ചെയ്യുന്നവരെ റോസ്റ്റ് ചെയ്തിരിക്കും. 1-2 മണിക്കൂർ റോസ്റ്റ് ചെയ്യും. ഇത് കളറും ഫ്ലേവറും ഡെവലപ്പ് ചെയ്യും ബീൻസിൻ്റെ. ദെൻ ഔട്ടർ ഷെൽ ഓഫ് ദ ബീൻസ് റിമൂവ് ചെയ്ത് കളയും. ഇന്നർ കൊക്കോ ബീൻ മീറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു സ്മോൾ പീസസ് കോൾഡ് കൊക്കോ നിപ്സ്. എന്നിട്ട് ആ മീറ്റ് എന്ത് ചെയ്യും, പൊടിഞ്ഞ് ചെറിയ ചെറിയ പാർട്സ് ആവും. ഇതിനെ കൊക്കോ നിപ്സ് എന്ന് പറയും. ഈ റോസ്റ്റിംഗ് പ്രോസസ്സ് ഷെൽസ് എല്ലാം റിമൂവ് ചെയ്ത് കൊക്കോ ബ്രെഡിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന രീതിയൊക്കെ ആക്കും. അങ്ങനെ ഒത്തിരി കൊക്കോ നിപ്സ് ചെറിയ ചെറിയ പൊടി പോലെ വരും. അതിന് കൊക്കോ നിപ്സ് എന്ന് പറയും. ഇതിന് നമ്മൾ സീവ്സ് വഴി സീവ് ചെയ്തെടുക്കും. പല സീവ്സ് യൂസ് ചെയ്യും, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സൈസ്. ആൻഡ് ഈ പ്രോസസ്സിന് വിനോവിംഗ് എന്ന് പറയും. വിനോവിംഗ് മീൻസ് പാറ്റി എടുക്കുക. ദെൻ ഗ്രൈൻഡിങ് ദ കൊക്കോ നിപ്സ്. ഗ്രൈൻഡിങ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് കൊക്കോ നിപ്സ് ആർ ഗ്രൗണ്ട് ഇൻ ടു കൊക്കോ ലിക്വർ. ഗ്രൗണ്ട് ചെയ്ത് അതായത് അതിൻ്റെ ലിക്വിഡ് കണ്ടൻറ്റ് ഗ്രൈൻഡ് ചെയ്ത് അത് ഓയിൽ ഫോമിലേക്ക് മാറും, അതായത് ലിക്വിഡ് ഫോമിലേക്ക് ആകും. Also known as unsweetened chocolate or cocoa mass എന്ന് പറയും. The grinding process generates heat and dry granular consistency of cocoa nib is then turned into a liquid as a high amount of fat contained in the nib melts. അപ്പം ഫാറ്റ് മെൽറ്റ് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഹീറ്റ് കൂടും. ഹീറ്റിന് പ്രസൻസിലാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. നമ്മൾ തേങ്ങ ആട്ടിയെടുക്കും പോലെ തന്നെ ഇത് ആട്ടുമ്പം എൻ്റെ ഓയിൽ ഫോം ചെയ്യും, മെൽറ്റ് ചെയ്ത് വരും, കൊക്കോ ലിക്വിഡ്സ് ഫോം ചെയ്യും. കൊക്കോ ലിക്വിഡ് ഓർ കൊക്കോ ബട്ടർ ഫോം ചെയ്യും. Cocoa liquor is mixed with cocoa butter and sugar. In the case of chocolate, milk chocolate, fresh sweetened condensed roller dry low heat powdered whole milk is added. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോഡക്റ്റ് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ മിൽക്കോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഒക്കെ ആഡ് ചെയ്ത് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഉണ്ടാക്കും. Manufacturing chocolate. Firstly, fermented and dried cocoa beans will be refined to a roasted nib by winnowing. ആ റോസ്റ്റ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെ ഫെർമെൻറ്റ് ചെയ്യും, പിന്നെ ഡ്രൈ ചെയ്യും, പിന്നെ റിഫൈൻ ചെയ്യും, അത് കഴിഞ്ഞ് റോസ്റ്റ് ചെയ്യും, വിനോവ് ചെയ്യും. ദെൻ ദേ വിൽ ബി ഹീറ്റ് ആൻഡ് വിൽ മെൽറ്റ് ഇൻ ചോക്ലേറ്റ് ലിക്വർ ആവും. പിന്നെ മാനുഫാക്ചേഴ്സ് ബ്ലെൻഡ് ചോക്ലേറ്റ് ലിക്വർ വിത്ത് ഷുഗർ ആൻഡ് മിൽക്ക് ടു ആഡ് ഫ്ലേവർ ആഡ് ചെയ്യും, സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യും, നട്ട്സ് ആഡ് ചെയ്യും. നമ്മുടെ പ്രോഡക്ട്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സിന് വേണ്ട ചേരുവകൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. അതിനുശേഷം അത് മൗൾഡിലേക്ക് ആഡ് ചെയ്യും. മൗൾഡ് മീൻസ് അത് എന്തിലോട്ടാണ് അത് ഒഴിച്ച് ഏത് ഷേപ്പാക്കി എടുക്കേണ്ടത് അതിലോട്ട് ഒഴിച്ച് മൗൾഡ് ചെയ്തെടുക്കും. ഫൈനലി wrapping and packaging machines will pack the chocolates and then they will be ready to transport. Blending the cocoa liquor with the moulding chocolate. After mixing process, the blend is further to refine to bring the particle size of added milk and sugar down to desired fineness. The cocoa powder or mass is blended black with butter and liquor in varying quantities to make the different types of chocolate or converger. The basic blends with ingredients roughly in order to highest quantity first are as follows. Milk chocolate ആക്കും, white chocolate ആക്കും, plain dark chocolate ആക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ബ്ലെൻഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ആക്കി എടുക്കും. പിന്നെ അവസാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എസ്പെഷ്യലി ഇതിന് പാക്കേജ് ചെയ്യുന്ന സിൽവർ കോട്ടിങ്സ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി.